സമയമായിരുന്നു. ഷേർഖാൻ വളരെ ശ്രദ്ധയോടെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ആ സമയം ഒരു മാൻ പുല്ല് തിന്നുകയായിരുന്നു. ഇതാണ് പറ്റിയ സമയം. ഇത് പറഞ്ഞ് ഷേർഖാൻ മുന്നോട്ടു ചാടി. ആ മാനിനെ വേട്ടയാക്കാനുള്ള ശ്രമം നടത്തി. പക്ഷെ ഒരു കാല് വയ്യാത്തതിനാൽ ഷേർഖാൻ മാനിന്റെ കുറെ മുൻപേ തന്നെ നിലത്തു വീണു. വിട്ടുകള ഷേർഖാൻ, വികലാംഗനായ സിംഹം വേട്ടയാടാറില്ല. നിങ്ങൾ വെറുതെ അധ്വാനിക്കുകയാണ്. ഇത് കേട്ട് ഷേർഖാൻ നല്ല ദേഷ്യം വന്നു. ആ മാൻ വേഗത്തിൽ അവിടെ നിന്നും ഓടിപ്പോയി. അപ്പോൾ അവിടേക്ക് ഒരു ബാരസിംഗ വന്നു. ഷേർഖാൻ, നിങ്ങൾ വെറുതെ നിങ്ങളുടെ എനർജി പാഴാക്കുകയാണ്. നിങ്ങൾ ആദ്യം പോയി നിങ്ങളുടെ ഈ വൈകല്യം ഇല്ലാതാക്കാൻ ശ്രമിക്കുക. ഇത് ഞാൻ എങ്ങനെ ശരിയാക്കാനാ? ഇത് ഞാൻ ജനിക്കുമ്പോഴേ എന്റെ കൂടെ ഉള്ളതല്ലേ. ഇത് അസാധ്യമൊന്നുമല്ല. ഏത് ദിവസമാണോ നിങ്ങൾ ഈ കാട്ടിലെ ഏറ്റവും ദയാലുവായ മൃഗത്തെ കൊന്നു തിന്നുന്നത്, ആ ദിവസം നിങ്ങളുടെ വൈകല്യം ഭേദമാകും. എന്താ, ശരിയാണോ? എന്റെ വൈകല്യം ഭേദമാകുമോ? ആ, വിശ്വാസമില്ലെങ്കിൽ ചെയ്തു നോക്കാമല്ലോ. ഇത് കേട്ട് ഷേർഖാൻ ഏറ്റവും ദയയുള്ള മൃഗത്തെ അന്വേഷിക്കാൻ തുടങ്ങി. ഒരു ദിവസം അവൻ ഒരു കുരുക്കൻ തടാകത്തിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് കണ്ടു. അപ്പോൾ അവിടെ ഒരു സീബ്ര വന്നു. ചിങ്കിക്കുറുക്ക, എനിക്ക് അത്യാവശ്യമായി നിന്റെ സഹായം വേണം. എന്റെ കുട്ടിയുടെ ജീവൻ അപകടത്തിലാണ്. വേഗം വരൂ. എന്താ പറഞ്ഞത്? കുട്ടിയുടെ ജീവൻ അപകടത്തിലാണെന്നോ? ശരി, വേഗം വരൂ. കുറുക്കൻ സീബ്രയുടെ കൂടെ മുന്നോട്ടു പോയി. പതുക്കെ പതുക്കെ ഷേർഖാനും അവരുടെ പിറകെ കൂടി. പിന്നെ അവർ ഒരു സ്ഥലത്തെത്തി. സീബ്രയുടെ കുട്ടി ഒരു പർവ്വതത്തിന്റെ ഏറ്റവും അറ്റത്ത് തൂങ്ങിക്കിടക്കുകയായിരുന്നു. താഴെ ധാരാളം മൃഗങ്ങളും നിൽക്കുന്നുണ്ടായിരുന്നു. ഓ, ഇതിനെ വേഗം രക്ഷിച്ചില്ലെങ്കിൽ താഴെ വീണ് മരിച്ചു പോകും. ഞങ്ങളുടെ മനസ്സിലേക്ക് ഒന്നും വരുന്നില്ല. അതുകൊണ്ടാ നിങ്ങളെ വിളിപ്പിച്ചത്. ശരി, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. എല്ലാ മൃഗങ്ങളും കൂടി പുല്ല് കൊണ്ടുവരാൻ ആരംഭിക്കൂ. പിന്നെ എത്ര കൊണ്ടുവരാൻ പറ്റുമോ അത്രയും കൊണ്ടുവരൂ. അതുകൊണ്ട് വന്ന് പർവ്വതത്തിന്റെ നേരെ താഴെ തറയിൽ വിരിക്കൂ. ഇത് കേട്ട് മൃഗങ്ങളെല്ലാം അടുത്തടുത്തുള്ള മൈതാനത്തിൽ നിന്ന് പുല്ല് ശേഖരിക്കുവാൻ തുടങ്ങി. കുറച്ചു സമയത്തിനുള്ളിൽ ധാരാളം പുല്ല് ശേഖരിക്കാൻ കഴിഞ്ഞു. പിന്നെ മൃഗങ്ങളെല്ലാവരും ചേർന്ന് പർവ്വതത്തിന്റെ തൊട്ടു താഴെ പുല്ല് കൂട്ടിയിട്ടു. പിന്നെ കുട്ടി പുല്ല് കണ്ട് പർവ്വതത്തിൽ നിന്ന് താഴേക്കു ചാടി. കുട്ടി നേരെ വീണ് പരുക്കേൽക്കാതെ തന്നെ താഴെ വന്നു. എന്റെ കുട്ടി, ഭാഗ്യം കൊണ്ട് നിനക്കൊന്നും പറ്റിയില്ലല്ലോ. സൂപ്പർ കുറുക്ക, നീ ദയാലു മാത്രമല്ല, ബുദ്ധിമാൻ കൂടിയാണ്. ഇത് കേട്ട് ഷേർഖാൻ ഈ കാര്യം ആവർത്തിച്ചു. ദയാലു? ഇപ്പോൾ ഷേർഖാൻ എന്തെല്ലാമോ തന്ത്രങ്ങൾ തന്റെ ബുദ്ധിയിൽ ഉണ്ടാക്കുവാൻ തുടങ്ങി. പിന്നെ ഒരു ദിവസം ഉച്ചത്തിൽ നിലവിളിക്കുവാൻ തുടങ്ങി. ഇത് ഷേർഖാന്റെ ശബ്ദമല്ലേ? എല്ലാവരും ഷേർഖാന്റെ അടുത്തെത്തി. ഷേർഖാൻ, എന്താണ് പറ്റിയത്? നീ ഇങ്ങനെ എന്തിനാ നിലവിളിക്കുന്നത്? എന്റെ കാലിൽ നല്ല വേദനയാണ്, നല്ല വേദന. നിങ്ങൾക്ക് എപ്പോൾ മുതലാണ് വേദന തുടങ്ങിയത് ഷേർഖാൻ? സത്യം പറയാ, നിങ്ങൾക്ക് വല്ല മുറിവും പറ്റിയോ? എനിക്കൊരു മുറിവും പറ്റിയില്ല. ഈ രോഗം എനിക്ക് ഒരുപാട് നാളുകൾക്ക് മുമ്പേ തന്നെ ഉണ്ട്. എനിക്കിതിന്റെ ചികിത്സയും അറിയാം. പിന്നെ ഇതുവരെ നിങ്ങൾ എന്താ അത് ചികിത്സിക്കാത്തത്? എന്തുകൊണ്ടെന്നാൽ ആ കാര്യം ആർക്കും ചെയ്യാൻ കഴിയില്ല, ആർക്കും തന്നെ. ഷേർഖാൻ, എന്നോട് പറയൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ ജോലി തീർച്ചയായും ചെയ്യും. എന്റെ മുത്തശ്ശൻ ഒരിക്കൽ എന്റെ സ്വപ്നത്തിൽ വന്നിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നമ്മുടെ കാട്ടിൽ ഒരു മരണത്തിന്റെ ഗുഹയുണ്ട്. അതിലുണ്ടായ ഒരു അനാർ ഒരു മൃഗത്തിനെ കൊണ്ടുവരുവാൻ കഴിയൂ. ഏറ്റവും ദയാലുവായവന്. അവൻ ഒരിക്കലും ആർക്കും ഒരു നഷ്ടവും ഉണ്ടാക്കരുത്. ആ അനാർ കഴിച്ചാൽ എന്റെ അസുഖം പൂർണ്ണമായും ഭേദമാകും. പിന്നെ എന്റെ വൈകല്യം എന്നേക്കുമായി ഇല്ലാണ്ടുമാവും. ഷേർഖാൻ, നിങ്ങൾക്ക് ഒരു വിഷമവും വേണ്ട. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ ഗുഹയുടെ അകത്ത് പോകും. എന്നിട്ട് അനാർ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരും. അപ്പോൾ അവരിൽ ഏറ്റവും വയസ്സായ മൃഗമായ ബാലു പറഞ്ഞു, ആ ഗുഹയെ കുറിച്ച് ഞാനും ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഷേർഖാൻ പറഞ്ഞതുപോലെ ഒന്നും കേട്ടിട്ടില്ല. ആ, അതിനുള്ളിൽ നല്ല ഇരുട്ടാണ്. അത് മാത്രമേ എനിക്കറിയാവൂ. ഷേർഖാന്റെ മുത്തച്ഛന്റെ സ്വപ്നത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം കള്ളമായിരിക്കില്ല. തീർച്ചയായും ഞാൻ അവിടെ പോകും. ഇത് കേട്ട് വയസ്സനായ ബാലു വളരെ സംശയത്തോടെ ഷേർഖാനെ നോക്കി. അതിനെക്കുറിച്ച് അറിയാമെന്ന മട്ടിൽ പിന്നെ ചെറുതായി ഒന്ന് ചിരിച്ചു. ശരി ചങ്ങാതിമാരെ, ഞാൻ ഇപ്പൊ തന്നെ പോവുകയാണ്. കുറുക്കൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് ആ കറുത്ത ഗുഹയെ ലക്ഷ്യമാക്കി നടന്നു.
കുറച്ചു സമയത്തിനു ശേഷം മൃഗങ്ങളെല്ലാം അവരവരുടെ വീടുകളിലേക്ക് പോയി. ഷേർഖാൻ തനിച്ചായി. അപ്പോൾ ആ ബാരസിംഗ അവിടേക്ക് വന്നു. ഷേർഖാൻ, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തെന്നാ തോന്നുന്നത്. ഞാൻ എല്ലാവരോടും ഒരു നല്ല കഥ പറഞ്ഞു. പിന്നെ അവൻ ആ ഇരുണ്ട ഗുഹ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. അവൻ ഇരുണ്ട ഗുഹയിലെത്തിയാൽ ഇരുട്ടിന്റെ സഹായത്തോടെ ഞാൻ അവന്റെ മേൽ ചാടി വീഴും. വൈകല്യമുണ്ടായാൽ കൂടി ഞാൻ അവന്റെ വേട്ട സ്വൈര്യമായി നടത്തും. ഇതായിരുന്നു എന്റെ മാസ്റ്റർ പ്ലാൻ. അങ്ങനെ കുറുക്കൻ 4 മണിക്കൂർ നേരത്തെ അധ്വാനത്തിന് ശേഷം മരണത്തിന്റെ ഗുഹയുടെ അടുത്തെത്തി. അതിനുള്ളിൽ നല്ല ഇരുട്ടായിരുന്നു. എന്റെ ഈശ്വര, ഈ ഗുഹ നല്ല ഇരുട്ടാണ്. പക്ഷെ ഷേർഖാനെ രക്ഷിക്കണമെങ്കിൽ ഇതിനകത്ത് കടന്നേ മതിയാകൂ. ആ ഗുഹയുടെ അകത്ത് ഷേർഖാൻ മുൻപേ തന്നെ ശ്രദ്ധയോടെ ഇരിക്കുന്നുണ്ടായിരുന്നു. കുറുക്കൻ ഗുഹയിൽ കടന്നാലുടനെ അവനെ ആക്രമിക്കുവാനുള്ള അവസരം നോക്കിയിരിക്കുകയായിരുന്നു. പാവം ഷേർഖാൻ, എന്തൊരു വേദനയാണ് സഹിക്കുന്നത്. ഈശ്വര, ഈ ഗുഹയിൽ എനിക്ക് എന്ത് സംഭവിച്ചാലും ഷേർഖാന്റെ വൈകല്യം ഇല്ലാതാക്കുന്ന ആ അനാർ എനിക്ക് എന്തായാലും തരണം. ഷേർഖാന് സുഖമായിട്ട് എന്റെ ജീവൻ പോയാലും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. ഇത് കേട്ട് ഷേർഖാൻ ചിന്തിക്കുവാൻ തുടങ്ങി. അപ്പോൾ ആ ബാരസിംഗ അവിടേക്ക് വന്നു. എന്താണ് നോക്കി നിൽക്കുന്നത് ഷേർഖാൻ? പോകൂ, അവനെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഇരയാക്കൂ. നിങ്ങളുടെ വൈകല്യം എന്നേക്കുമായി ഇല്ലാതാകും. വേട്ടയാടണോ? എന്റെ ചികിത്സയുടെ നുണക്കഥകൾ കേട്ട് അവൻ ഇവിടെ വന്നു. ഈ മരണത്തിന്റെ ഗുഹയിൽ തനിക്കെന്തു പറ്റിയാലും ഷേർഖാന്റെ വൈകല്യം ഇല്ലാതെയാവണമെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു. ഇവനെ ഞാൻ കൊല്ലണോ? നിങ്ങൾ ഇതെന്താണ് പറയുന്നത് ഷേർഖാൻ? നിനക്ക് നിന്റെ രോഗമില്ലാതാവണമെങ്കിൽ നീ അവനെ കൊല്ലുക തന്നെ വേണം. അതെ, എനിക്ക് രോഗമുണ്ട്. മുകളിലുള്ളവൻ വിചാരിച്ചാൽ അവന്റെ ദയാദൃഷ്ടി കൊണ്ട് ഇത് ഭേദമാകും. അതിനെന്തിനാണ് ഞാൻ ഒരു ദയാലുവായ മൃഗത്തിന്റെ ജീവൻ എടുക്കുന്നത്? ഇത് കേട്ട് ഇനി തന്റെ തന്ത്രം ഇവിടെ വില പോകില്ലെന്ന് ബാരസിംഗയ്ക്ക് മനസ്സിലായി. ഷേർഖാൻ മിണ്ടാതെ ഗുഹയ്ക്ക് പുറത്തേക്ക് വന്നു. തന്റെ ഗുഹയിലെത്തി അവൻ മൃഗങ്ങളോടെല്ലാം തന്നെ എല്ലാം തുറന്നു പറഞ്ഞു. ഷേർഖാൻ, നിനക്ക് ഇത്ര അഹങ്കാരമോ? നിന്റെ രോഗം മാറുന്നതിനായി നീ കുറുക്കനെ കൊല്ലുവാൻ നോക്കിയില്ലേ? നീ അവന്റെ ദയയെ ദുരുപയോഗം ചെയ്യുവാൻ നോക്കിയില്ലേ? കാലുവേദന എന്ന നാടകം കളിച്ച് അവനെ മരണഗുഹയിൽ എത്തിച്ചില്ലേ നീ? എനിക്ക് എന്റെ തെറ്റു മനസ്സിലായി. ഞാൻ ചെയ്തതൊന്നും തന്നെ ശരിയല്ല. നിങ്ങൾ കുറുക്കനോട് ദയവായി ഒന്നും പറയരുത്. പറഞ്ഞാൽ അവന്റെ ഹൃദയം തകർന്നു പോകും. ഇപ്പോൾ എന്റെ കണ്ണു തുറന്നു. ഇനി ഞാൻ ഒരിക്കലും അവനെ കൊല്ലുന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. പിന്നെ ഈ വൈകല്യത്തോടെ സന്തോഷമായിരിക്കുകയും ചെയ്യും. ഇത് കേട്ട് മൃഗങ്ങളെല്ലാം മിണ്ടാതിരുന്നു. അപ്പോൾ കുറുക്കൻ തന്റെ കയ്യിൽ ഒരു അനാറുമായി അവിടേക്ക് വന്നു. ഇതെടുക്കൂ ഷേർഖാൻ, ഈ അനാർ കഴിക്കൂ. ഇത് കഴിച്ചാൽ നിങ്ങളുടെ രോഗമെല്ലാം സുഖമാകും. ഇതാ. മൃഗങ്ങളെല്ലാം കുറുക്കന്റെ ദയയും നിഷ്കളങ്കതയും കണ്ട് മനസ്സുകൊണ്ട് അവനെ അനുഗ്രഹിച്ചു. തരൂ എന്റെ പ്രിയ കുറുക്ക. ഷേർഖാൻ ആ അനാർ കഴിച്ചു. പിന്നെ ചിന്തിച്ചു, ഞാനിത് കഴിച്ചതിന് ശേഷം സുഖമായില്ലെങ്കിൽ പാവം കുറുക്കന് അത് വിഷമമാകും. അനാർ കഴിച്ചയുടൻ അവൻ എന്തോ അനുഭവപ്പെടാൻ തുടങ്ങി. എനിക്കെന്തോ വിചിത്രമായി തോന്നുന്നു. എന്താണ് പറ്റിയത് ഷേർഖാൻ? എന്താ ഈ പഴം കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കൂടിയോ? സിംഹത്തിന്റെ ഒരു വലിയ നിലവിളി ഉയർന്നു. പിന്നെ അവന്റെ കാല് ശരിയായി. എന്റെ കാല്? സിംഹം തന്റെ 4 കാലിലും നടന്നു. പിന്നെ തുള്ളിച്ചാടുവാൻ തുടങ്ങി. ഇതെങ്ങനെയാ സംഭവിച്ചത്? എന്റെ അസുഖമെല്ലാം ഭേദമായോ? ദൈവമേ, നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. മൃഗങ്ങളെല്ലാം ഇത് കണ്ട് വളരെ സന്തോഷവാന്മാരായി. ബാരസിംഗയും ഷേർഖാനും ആശ്ചര്യപ്പെട്ടു. പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ ആ വയസ്സൻ ബാലു പറഞ്ഞു, പണ്ട് ഷേർഖാന്റെ മുത്തച്ഛന്റെ കാലത്ത് അവർ ബാരസിംഗയിൽ നിന്ന് ഒരു മാലാഖയെ രക്ഷിച്ചിരുന്നു. ആ മാലാഖ അദ്ദേഹത്തിന് ഒരു വരവും കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ കാട്ടിൽ ഓരോ കാലത്തും ഒരു ദയാലുവായ മൃഗം തീർച്ചയായും ഉണ്ടാകും. അങ്ങനെ ഒരു വിധിയും അവരുടെ പരമ്പരയിൽ ഒരു വൈകല്യമുള്ള സിംഹം ഉണ്ടാകുവാനുള്ള ഒരു വിധിയുമുണ്ടായിരുന്നു. ആ സിംഹം തന്റെ വൈകല്യം കളയുവാൻ എന്തും ചെയ്യാൻ തയ്യാറാവും. അപ്പോൾ ഒരു ബാരസിംഗ വന്ന് അവനെ പ്രലോഭിപ്പിക്കും. അവന് സുഖമാകണമെങ്കിൽ ആ ദയാലുവായ മൃഗത്തെ കൊന്നു തിന്നണമെന്ന് പറഞ്ഞ് ഒരു ബാരസിംഗ വന്ന് അവനെ പ്രലോഭിപ്പിക്കും. ആ ദയാലുവായ മൃഗം ആ മരണത്തിന്റെ ഗുഹയിൽ നിന്ന് കൊണ്ടുവരുന്ന പഴം കഴിച്ചാൽ സുഖപ്പെടുമെന്നുള്ളതാണ് സത്യം.
പക്ഷേ ഇത് വൈകല്യമുള്ള സിംഹത്തിനോ ആ ദയാലുവായ മൃഗത്തിനോ അറിയില്ല. കൃത്യസമയത്ത് സിംഹം നല്ല തീരുമാനമെടുത്ത് ആ ദയാലുവായ മൃഗത്തെ കൊല്ലുന്നതിൽ നിന്ന് സ്വയം പിന്മാറണം. പിന്നെ എല്ലാം ശരിയാകും. ഒരുപക്ഷെ അവൻ ആ പാവം മൃഗത്തെ കൊന്നാൽ ഈ കാടിന്റെ സർവനാശം തന്നെ ഉണ്ടാകും. കാടിന്റെ സർവനാശം. ഇത് കേട്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഷേർഖാൻ ബാരസിംഗയെ നോക്കിയപ്പോൾ ബാരസിംഗ അവിടെ നിന്നും ഓടിപ്പോയി. ഓടിക്കോ! ദയാലുവായ കുറുക്ക, എന്നോട് നീ ക്ഷമിച്ചാലും നിന്നോട് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക്. നീ എന്റെ വൈകല്യം ഇല്ലാതാക്കിയിരിക്കുന്നു. ഇത് കേട്ട് കുറുക്കൻ ചിരിച്ചു. എല്ലാ മൃഗങ്ങൾക്കും സന്തോഷമായി. ഷേർഖാൻ കുറുക്കനെ വണങ്ങി നന്ദി പറഞ്ഞു.